നമസ്കാരം ഗൈസ്, ഇറ്റ്സ് മീ ബേസിൽ. ക്ലാസിക് ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്കോഡ റാപ്പിഡ് 1 ലിറ്റർ TSI എൻജിൻ പെട്രോളാണ്. അപ്പോൾ ആ വണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂയിലേക്കൊന്നും പോകുന്നില്ല, അതായത് ഡ്രൈവിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം പരിമിതികളുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ ബോഡി നമുക്കത് നോക്കാം. ഈ ബമ്പർ ലിപ്പൊക്കെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഞാൻ പിന്നീട് വെച്ചതാണ്. ഫോഗ് ലാമ്പ്, ഗ്രില്ല്, കമ്പനി ടയറാണ് ഗുഡിയർ. സൈസ് വരുന്നത് 185/60/15 അലോയ് വീലാണ്. സ്കോഡ ലോഗോ. ഇതിൻ്റെ ഹയർ വേരിയൻറ്റ്, അതായത് ഇത് അംബീഷൻ മോഡലാണ്. ഹയർ വേരിയൻറ്റ് വരുമ്പോൾ നമുക്ക് അലോയ് ഡിസ്ക് എല്ലാം വ്യത്യാസം ഉണ്ടാവും. 16 ഇഞ്ച് വരും, അതായത് ഓണിക്സ്, സ്റ്റൈല്, മോണ്ടിക്കാർലോ ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ്. മിറർ ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓട്ടോ ഫോൾഡിംഗ് ആണ്. ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ ആക്സസറി ആയിട്ട്, ഒറിജിനൽ സ്ക്വാഡ ആക്സസറിയാണ്, കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. സ്പോയിലറും എക്സ്ട്രാ ആക്സസറി ആയിട്ട് വെച്ചതാണ്. കാരണം അംബീഷൻ വേരിയൻറ്റിന് ഈ സ്പോയിലറൊന്നും എക്സ്ട്രാ വരുന്നില്ല, ക്യാമറ വരുന്നില്ല. ആപ്പടെ വരുന്ന ആക്സസറി റിവേഴ്സ് സെൻസറാണ്, ബമ്പറിൽ വരുന്ന റിവേഴ്സ് സെൻസർ. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ പാഡ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, ഡോറ് ലോക്ക്, അൺലോക്ക്, ഓട്ടോ ലോക്കാണ്. ഇത് മിറർ ഫോൾഡ് ചെയ്യുന്ന, ഇത് ഈ നോബ് തിരിച്ച് ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ആവും. ഇത് ലെഫ്റ്റും റൈറ്റും മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ സീറ്റെല്ലാം ഞാൻ കസ്റ്റം ചെയ്തതാണ്. സ്റ്റോക്ക് സീറ്റ് ഞാൻ മാറ്റി ഇതെല്ലാം കസ്റ്റം ചെയ്തെടുത്താണ്. അംബീഷൻ വേരിയൻറ്റ് റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്.
പിന്നെ റൂഫ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഈ സ്കോഡ പില്ലോ ഇതെല്ലാം എനിക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടിയതാണ്. വണ്ടി എടുത്ത ടൈമിൽ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഗിയർ വരുന്നത് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. മിക്കവർക്കും അറിയാം, ഫോക്സ് വാഗൺ സ്കോഡ വണ്ടികൾക്ക് റിവേഴ്സ് ഇടുന്നത് ഇത് പ്രസ് ചെയ്തിട്ട് താത്തി ഇങ്ങനെയാണ്, ലൈക്ക് ദിസ്. മ്യൂസിക് സിസ്റ്റം സ്റ്റോക്കാണ്. സ്റ്റിയറിംഗ് വീല്, വോളിയം, സ്റ്റീരിയോ കൺട്രോളുണ്ട്. ക്രൂയിസ് കൺട്രോൾ അംബീഷൻ വേരിയൻറ്റിന് വരുന്നില്ല. ഹെഡ് ലാമ്പ് ഇത് ഓണാക്കുന്നത്, പാർക്ക്, വലിച്ചിട്ട ഫോഗ്, ഇത് ബ്രൈറ്റ്, വീണ്ടും ഇതൊന്നുകൂടി വലിച്ച റിവേഴ്സിൽ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യും. ഇതിപ്പോൾ സർവീസ് ആയിട്ടുണ്ട്, അതാണ് ഈ സിമ്പിൾ വരുന്നത്. കൃത്യം 1 മാസം കഴിയുമ്പോൾ സർവീസാണ്, വണ്ടിയുടെ തേർഡ് സർവീസാണ്. എ സി വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ്. എ സി വരുന്നത് ബ്ലൂടൂത്താണ് സെറ്റ്, നമുക്ക് USB. ഇത് കാർഡ്, അതായത് നമ്മുടെ ഈ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെക്കാനായിട്ട് ഡീഫോഗർ. ഇത്രയൊക്കെയാണ് ഉള്ളൂ. പിന്നെ വരുന്നത് അംബീഷൻ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡുവൽ എയർ ബാഗാണ്. കോ ഡ്രൈവർ സൈഡും ഡ്രൈവർ സൈഡ് എയർ ബാഗാണ് വരുന്നത്. നമുക്ക് ഡിക്കി ഇവിടെ നിന്നും തുറക്കാം. ഈ ഡോർ അൺലോക്ക് ചെയ്തതിന് ശേഷം ഡിക്കി ഇവിടെ നിന്ന് തുറക്കാം. ബോണറ്റ് തുറക്കുന്നത് ഇവിടെയാണ്. ഇത് വലിച്ചാണ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ആക്സസറി ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഡാഷ് ക്യാമാണ്. അതിപ്പോൾ സ്കോഡ അവരുടെ ആക്സസറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹായ്, ഞാൻ അഭയാനന്മയി. ഇന്ന് സെലിബ്രിറ്റി പ്ലേലിസ്റ്റിൽ മഞ്ജുവിൻ്റെ കൂടെ ഞാനുണ്ട്. മ്യൂസിക് സിസ്റ്റം എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം എനിക്കത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അതിന് കുറച്ച് കാര്യങ്ങളുമുണ്ട്, അത് ഞാൻ നിങ്ങളോട് വഴിയേ പറയാം. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് അത് കാണുന്നവന് അത് മനസ്സിലാക്കാനുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരിത്. നിങ്ങൾക്കെല്ലാം അറിയാം, സ്കോഡ ഒരു ചെക്കോസ്ലാവേക്കിയൻ കമ്പനിയാണ്. അത് 2000 ഫോക്സ് വാഗൺ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഫോക്സ് വാഗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ജർമ്മൻ കാറുകൾ പേര് കേട്ടിരിക്കുന്നത് അത്
അതിൻ്റെ ഡ്രൈവർക്ക് കൊടുക്കുന്ന ആ ഡ്രൈവിംഗ് പ്ലഷർ ആൻഡ് ഡ്രൈവിംഗ് ഫീലാണ്. അത് തീർച്ചയായിട്ടും ഈ വണ്ടിക്കുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. നമ്പർ 1 മനസ്സിലായല്ലോ, അതിൻ്റെ ഡ്രൈവിംഗ് ഫീല്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്ന വണ്ടികളെല്ലാം ലാൻസർ, മിറ്റ്സുബിഷി ലാൻസർ, പിന്നെ സ്കോഡ ഒക്ടാവിയ ഫസ്റ്റ് ജനറേഷനാണ് 1.9 TDI. ആ വണ്ടിയോട് എനിക്ക് അത് ഇറങ്ങിയ കാലം തൊട്ട്, അന്നേരം ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുക, 2002-2003 ടൈമിൽ ഏറ്റവും എന്താ പറയുക, അന്നേരത്തെ ഏറ്റവും വലിയ പൈസക്കാരുടെ കാണാറുള്ളൊരു വണ്ടി, കണ്ടിട്ടുള്ള വണ്ടിയാണ് സ്കോഡ ഒക്ടാവിയ. അന്നേരം മുതൽ എനിക്ക് സ്കോഡ ഭയങ്കര ക്രേസാണ്. അത് പിന്നെ പക്ഷേ ആ ടൈമിലൊന്നും പുതിയത് വീട്ടിൽ വാങ്ങിച്ചില്ല, വാങ്ങിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അന്നേരം പുതിയ സ്കോർപിയോ അതൊക്കെ ഒരു എടുത്ത സമയമാണ്. പിന്നെ സെഡൻ കാറുകളോട് അന്ന് വീട്ടിലാർക്കും വലിയ പ്രിയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ മോഹം ഞാൻ സാക്ഷാത്കരിച്ചത് എനിക്ക് തോന്നുന്നു 2020 ആ സമയത്താണ്. ഞാൻ ഒക്ടാവിയ സെക്കൻഡ് എടുത്താണ്. ഒക്ടാവിയ സെക്കൻഡ് എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സെഡാനാണ്. ഭയങ്കരമായിട്ട് വെൽ ബിൽഡാണ്, നല്ല മൈലേജും ഉണ്ട്, ഡ്രൈവിംഗ് ഫീൽ അതുപോലെ തന്നെ. അങ്ങനെയാണ് ഞാൻ റാപ്പിഡിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ ഫോക്സ് വാഗൺ വെൻഡോയും റാപ്പിഡും സെയിം വണ്ടികളാണ്. കാരണം ഫോക്സ് വാഗൺ ഇതിൽ ബാഡ്ജ് വ്യത്യാസം വരുത്തി ഇറക്കുന്ന, സ്കോഡ ഇതിൽ ഇറക്കുന്ന. പക്ഷെ എനിക്ക് വെൻഡോയിനേക്കാളും ഒന്നോടൊരു ക്ലാസ് ഫീൽ എനിക്ക് തോന്നിയത് റാപ്പിഡാണ്. പ്രത്യേകിച്ചും അതിൻ്റെ DRLും ലൈറ്റെല്ലാം, DRL വരുന്ന ലൈറ്റും കാര്യങ്ങളും. ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ലൈറ്റിനെ കുറിച്ച് ഇപ്പോൾ DRLൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഡേ ടൈം റണ്ണിങ് ഇതതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റാപ്പിഡിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ ലാൻസറും ഒക്ടാവിയയും ഡീസലായിരുന്നു. ഡീസൽ വണ്ടിയിൽ നിന്ന് ഈ പെട്രോൾ വണ്ടിയിലേക്ക് മാറിയപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് അതിൻ്റെ ലോ എൻഡ് ടോർക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ നിർത്തി വണ്ടി എടുക്കുമ്പോൾ ഒക്കെ ആ ഒരു ഇനീഷ്യൽ പവർ. ഈ റാപ്പിഡ് മിക്കവാറും ഞാൻ ആ വണ്ടികൾ യൂസ് ചെയ്തിട്ട് റാപ്പിഡ് എടുക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് നിന്ന് പോകണം. ഒന്നാമത് തന്നെ 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ആ ലോ എൻഡ് ടോർക്ക് ഡീസൽ വണ്ടികളുടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്തിരുന്നു. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ ആ പവറാണ്. 110 PS ആണ് 1 ലിറ്റർ എൻജിനിൽ 110 PS പവർ വണ്ടി കൊടുക്കുന്നത്. അപ്പം നമ്മളത് മെയിനായിട്ട് ഈ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചുമ്മാ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫൂക്കെന്നും പറഞ്ഞാൽ കയറും. അത് ഞാൻ ഈ പറഞ്ഞ വണ്ടികളിൽ നിന്ന് റാപ്പിഡ് ഭയങ്കരമായിട്ട് നമുക്ക് ഓവർടേക്കൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. വണ്ടി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ 6ലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി പോവും. കൺട്രോളെല്ലാം പക്കയാണ് വണ്ടിയുടെ. 6 സ്പീഡ് ട്രാൻസ്മിഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ലോക്കൽ ഡ്രൈവ്, അതായത് ലോക്കൽ സിറ്റി അങ്ങനത്തെ ഒരു 13, 12, 14 ആ റേഞ്ചിലാണ്. നമ്മൾ ഹൈവേയിലേക്ക് കയറി ലോങ് ഡ്രൈവിലൊക്കെ ആണെങ്കിൽ എനിക്ക് 21. ഞാൻ ഇപ്പോൾ കോയമ്പത്തൂർ പോയപ്പോൾ എനിക്ക് 21 എബോവ് വണ്ടിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് പെട്രോള്. പിന്നെ ഇത് വരുന്നത് 95 ഒക്ടെയിൻ BS6 നോംസിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അന്നേരം സ്കോഡ റെക്കമെൻഡ് ചെയ്യുന്ന 95 ഒക്ടെയിനുള്ള പെട്രോളാണ്. നമ്മുടെ നോർമൽ പെട്രോളിന് 95 ഒക്ടെയിനില്ല, 89, 90, 91 ആ ഒരു റേഞ്ചാണ് ഒക്ടെയിൻ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ 95 ഒക്ടെയിൻ കണ്ടൻറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ XP95 എന്ന് പറഞ്ഞ പെട്രോളുണ്ട്. പിന്നെ HP പവർ 95. അപ്പോൾ ഇതെല്ലാം എല്ലാ പമ്പിലൊന്നും കിട്ടത്തില്ല. പക്ഷേ അത് നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഡിഫറൻസ് വണ്ടിയിൽ ശരിക്കും അറിയാം. മൈലേജ് വ്യത്യാസം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല നോർമലിൽ നിന്ന്. പക്ഷേ ഈ പറഞ്ഞ ഒരു നമ്മുടെ വണ്ടിയുടെ പുള്ളിങ് പവർ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിങ് സൗണ്ടൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ കഴിവതും എന്നെക്കൊണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ ഈ XP95 അല്ലെങ്കിൽ പവർ 95 ഫില്ല് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. XP95 ആണ് എനിക്ക് ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ നോർമൽ പെട്രോളാണെങ്കിൽ വണ്ടി ഗിയർ ഡൗൺ ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു പിടിച്ചു വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. പക്ഷേ ഈ പവർ 95 അല്ലെങ്കിൽ XP95 പോലെയുള്ള പെട്രോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടിക്ക് കുറച്ചുകൂടെ ആ പുള്ളിങ് എപ്പോഴും വണ്ടിയിലുണ്ടാവും. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഡ്രോബാക്കായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഹെഡ്ലൈറ്റിനെ കുറിച്ച് ഞാൻ പറയാമെന്ന്. ഹെഡ്ലൈറ്റ് സ്റ്റോക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡ്രൈവിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ മഴ, ഫോഗി വിഷൻ, പിന്നെ ഈ എതിരേന്ന് വണ്ടി വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല റോഡ്.
ഇടയ്ക്ക് അവർ സ്കോഡ ബൾബ് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ഒരു ഇത് ബൾബ് കൊടുത്തായിരുന്നു അവർ ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു 2 ബൾബും കൂടെ കൂടി എന്തോ 2000 സംതിങ് എങ്ങാണ്ടായി, രണ്ടും കൂടെ കൂടി. പക്ഷെ അതിട്ടിട്ട് ഏകദേശം ഒരു 30-40% മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബൾബ് അപ്ഗ്രേഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല പുറത്തുനിന്ന് HID ആക്കാനോ. കാരണം അത് വണ്ടിയുടെ വാറൻറ്റി, സ്കോഡ അത് വാറൻറ്റിയെ എടുത്ത് കളയും. അതാണ് മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സർവീസിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഹോണോ ഒരു ബൾബോ നമുക്കൊരു ആക്സസറിയും വണ്ടിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്കോഡയിൽ ഒരു ഹോൺ പോലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ഈവൻ വയർ കട്ട് ചെയ്തില്ല, പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിൽ പോലും ഇവന്മാർ സമ്മതിക്കത്തില്ല. അവന്മാർ വാറൻറ്റി അത് കളയും. നോർമൽ വാറൻറ്റി വണ്ടിക്ക് വരുന്നത് 4 ഇയേഴ്സാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 2 ഇയേഴ്സോടെ ചെയ്ത് 6 ഇയേഴ്സ് ഞാൻ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനി ടൈം വാറൻറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഏത് സമയത്തും വാറൻറ്റി എടുക്കാവുന്ന ഒരു ഓപ്ഷൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല, പക്ഷെ ഉണ്ട്, സംഗതി ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഒരു ഇത്. ഹെഡ്ലൈറ്റ് നമുക്ക് വാറൻറ്റി തീരുന്നവരെ ഈ ഒരു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് മെയിൻ പറയാനുള്ളത്, ഒന്നുമില്ല, ഈ വാറൻറ്റി പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ അടക്കി വെച്ച് വണ്ടി ഓടിക്കുക. ഈ വാറൻറ്റി എന്ന് പറഞ്ഞ കാര്യം ഈ ടയറിനകത്തും വരും. കാരണം നമുക്ക് ഇഷ്ടമുള്ള അലോയൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ വാറൻറ്റി കട്ട് ചെയ്യും. വാറൻറ്റി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് റാക്കിന് വാറൻറ്റി വരുന്നുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് എനിക്ക് 15 രൂപ 16 രൂപയൊക്കെ 16,000 രൂപയൊക്കെ വരുമോ എന്നാണ് എൻ്റെ ഒരു ഇത് കണക്കൂട്ടൽ സ്റ്റിയറിംഗ് റാക്കിന്. അപ്പം നമ്മൾ വേറെ നമ്മുടെ ടയറൊന്ന് അപ്സൈസ് ചെയ്താലോ അല്ലെങ്കിൽ അലോയ് അപ്ഗ്രേഡ് ചെയ്താലോ ഈ സ്റ്റിയറിംഗ് റാക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാറൻറ്റി കിട്ടത്തില്ല. ഈ ബൾബോ കാര്യങ്ങളോ ഹോണോ മാറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വാറൻറ്റിയാണ് വണ്ടിയുടെ കട്ടാവുന്നത്. അതായത് ഇപ്പോൾ ഈ ABS സെൻസർ നിങ്ങൾക്കറിയാം, ഈ പോളോ, വെൻറ്റോ, റാപ്പിഡ് ഈ 3 വണ്ടികൾക്ക് എപ്പോഴും ABS സെൻസർ കംപ്ലൈൻ്റ് ആണ്. പ്രഷർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ABS സെൻസർ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ വാറൻറ്റി ഉണ്ടെങ്കിൽ നമുക്കത് വാറൻറ്റിയിൽ മാറ്റി കിട്ടും. പക്ഷേ വാറൻറ്റി ഇല്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഈ എന്തെങ്കിലും ഓൾട്ടറേഷനൊക്കെ നടത്തി വാറൻറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ABS സെൻസറൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ എപ്പോഴും പോകുന്നതാണ് ABS സെൻസർ. എനിക്ക് തോന്നുന്നത് എൻ്റെ 10,000 കിലോമീറ്ററിനുള്ളിൽ 2 പ്രാവശ്യം ABS സെൻസർ മാറി വണ്ടിയുടെ. പക്ഷേ അത് ഞാൻ പ്രഷർ വാഷ് ചെയ്തിട്ടാണ് 2 പ്രാവശ്യം ഞാൻ സർവീസ് സ്റ്റേഷനിൽ അലോയിൽ അകത്തേക്കൊക്കെ നല്ല രീതിയിൽ പ്രഷർ വാഷ് ചെയ്തപ്പോഴാണ് എനിക്ക് സംഭവം വന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെ അലോയിലേക്ക് അങ്ങനെ പ്രഷർ വാഷ് അങ്ങനെ ചെയ്യാറില്ല. സൂക്ഷിച്ചും നോക്കിയും കണ്ടും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു 11,000 കിലോമീറ്ററോടെ വണ്ടി ഓടി, എനിക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഹെഡ്ലൈറ്റിൻ്റെ ഇത്, വാറൻറ്റി, സ്റ്റിയറിംഗ് റാക്ക്, അലോയ്, ടയർ. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് മെയിനായിട്ട് വേറൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സീറ്റായിരുന്നു. കാരണം ഈ ലാൻസർ ഒക്ടാവിയ ആണെങ്കിലും കുറച്ചുകൂടെ ഒരു വലിയ ക്യാബിനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വലിയ ക്യാബിനിൽ നിന്ന് ഇതിൻ്റെ ക്യാബിൻ ഇതൊരു കുറച്ചുകൂടെ ചെറിയ വണ്ടിയാണ് ആ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ലോങ് ഡ്രൈവിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാക്കൊക്കെ നല്ല രീതിയിൽ വേദന എടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചു, ദൈവം ഈ വണ്ടികളൊക്കെ കൊടുത്ത് ഈ വണ്ടി മേടിച്ചിട്ട് എനിക്ക് ഡ്രൈവിംഗ് ഒന്നും ആസ്വദിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ സീറ്റ് കസ്റ്റം ചെയ്തത് ഇവിടെ കോലഞ്ചേരി ബിനോസിലാണ്. ആ ബിൻചേട്ടൻ നല്ല പക്കയായിട്ട് ചെയ്തു തന്നു. ഇപ്പോൾ അത് മാറിയ പിന്നെയാണ് ഞാൻ ഈ വണ്ടിയുടെ യാത്ര ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് തുടങ്ങുന്നത്. ലോങ് ഒക്കെ പോയാലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ സീറ്റ് കുറച്ചുകൂടെ നല്ല ഫോമും ഇതും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഡ്രൈവിങ് ഇതിൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ സീറ്റിൻ്റെ ഒരു ഇത് മിക്കവർക്കും എല്ലാവർക്കൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ആ മറ്റു വണ്ടികൾ യൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3 വർഷം ആവും. ഈ ഫെബ്രുവരി ആകുമ്പോൾ 3 വർഷം തേർഡ് സർവീസ് ആവും. അപ്പോൾ സർവീസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉള്ള ഒരു ഗ്രൂപ്പിലുണ്ട്. സ്കോഡയുടെ സർവീസ് ചെയ്യുന്ന EVM ആണ്. ഇപ്പോൾ ജെം ഫീനിക്സ് ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് കേരളത്തിലെ EVM ആണ്, കളമശ്ശേരി EVM ആണ്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വണ്ടിക്ക് വേറെ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 പ്രാവശ്യം ABS സെൻസർ പോയി അത് മാറ്റി തന്നു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം വണ്ടി അവിടെ ഇടേണ്ടി വരും. അങ്ങനത്തെ അവരുടെ പ്രൊസീജിയേഴ്സ് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ സർവീസ് ചെയ്തപ്പോൾ എനിക്ക് അന്ന് തന്നെ രാവിലെ കൊടുത്ത് എനിക്ക് വൈകുന്നേരം വണ്ടി കിട്ടി.
അപ്പോൾ സർവീസിൽ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗ്രൂപ്പിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അത് നേരിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് സർവീസ് വരുന്നത് 15,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വണ്ടിയുടെ സർവീസ് വരുന്നത്. ഇത് 1 ലിറ്റർ TSI ആണ്. അപ്പോൾ ഏകദേശം കോസ്റ്റ് 10,000 ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്, ടാക്സ് എല്ലാം ഉൾപ്പെടെ. പിന്നെ ഈ വാഷ്, എൻജിൻ റൂം ക്ലീനിങ്, AC ഡിസിൻഫെക്റ്റൻറ്റ്, പിന്നെ അലൈൻമെൻറ്റ്, ഇതെല്ലാമൊക്കെ കൂട്ടിയിട്ടാണ് പറഞ്ഞത് ആ ഒരു 10,000. ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ലാതെ നമുക്ക് ഈ ഓട്ടം കുറവൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാലുള്ള ചില പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും സർവീസ് സെൻറ്ററിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും പുറത്ത്. പക്ഷെ നല്ല സ്കിൽഡ് മെക്കാനിക്ക് വേണം, ജർമ്മൻ വണ്ടികൾ പണിയുന്നവർ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പാർട്സ് എല്ലാം നമുക്ക് കിട്ടും. പാർട്സ് സോഴ്സ് ചെയ്ത് നമ്മൾ പുറത്ത് ചെയ്യിക്കുകയാണെങ്കിൽ അത് ലാഭകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ വാറൻറ്റി ഉള്ളതാണ്. ഇപ്പം എൻ്റെ വണ്ടിക്ക് വാറൻറ്റി ഉണ്ട്. അപ്പോൾ വാറൻറ്റി ഉള്ളപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വാറൻറ്റിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇൻഷുറൻസ് കോസ്റ്റ് വരുന്ന 1 ലിറ്റർ ആണ്. എനിക്ക് ഏകദേശം 13,000 രൂപ 12,000 രൂപയാണ് ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നത്. ബമ്പർ ടു ബമ്പറാണ്. അത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളും ഒന്നും അതിനകത്തില്ല. അപ്പോൾ സർവീസ് ഇപ്പോൾ മിക്കവരും ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് DSG ട്രാൻസ്മിഷനെല്ലാം വണ്ടി ട്രാൻസ്മിഷനെല്ലാം പക്കയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മെക്കട്രോണിക്സ് ഒക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ DSGയുടെ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നന്നാക്കാനുള്ളൊരു കോസ്റ്റ്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. 1.5 ലക്ഷം രൂപ എങ്ങനെ പോയാലും 1 ലാക്ക് എബോവ് വരും. ഇപ്പോൾ വാറൻറ്റി ഉള്ള വണ്ടികളിൽ പോലും ഇഷ്യൂ വന്നാലും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ആ വാറൻറ്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ. അതായത് ഇവിടെ നിന്ന് സർവീസ് സെൻറ്ററിൽ നിന്ന് സ്കോഡയിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് പിന്നെ സ്കോഡ അത് ഫുള്ള് ചെക്ക് ചെയ്ത് അതൊക്കെ അപ്രൂവ് ആക്കി. ഇപ്പം എൻ്റെ തന്നെ ഗ്രൂപ്പിൽ, റാപ്പിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നത് ഡിസംബർ കൊടുത്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ജനുവരി കഴിഞ്ഞു, 1 മാസത്തിൽ കൂടുതലായി. ഇതുപോലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അവരിങ്ങനെ ഓരോന്നയച്ച് റിപ്പോർട്ട് കൊടുത്ത് പിന്നെ അവിടെ നിന്നൊരു ഇത് വന്ന് കൺഫർമേഷൻ വന്ന് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം 1 മാസത്തേക്കുള്ളിൽ ലാസ്റ്റ് അവർ വേറെ കാർ യൂസ് ചെയ്യാനായിട്ട്, അത് തൽക്കാലം ഇതൊന്ന് റെഡിയാക്കി കിട്ടുന്നവരെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പുള്ളിക്ക് കൊടുത്തു. അതിപ്പോൾ ഈ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, വാറൻറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ വാറൻറ്റി ഉള്ള വണ്ടികളാണെങ്കിലാണ് കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്താലും ഇപ്പം വണ്ടികൾ എനിക്കൊന്ന് 6 ലാക്സ് അല്ലെങ്കിൽ 5 ലാക്സ് 7 ലാക്സിനൊക്കെ വണ്ടി കിട്ടും ഓട്ടോമാറ്റിക്. പോളോ ആയാലും ഇതായാലും റാപ്പിഡ് ആയാലും വെൻഡോ ആയാലും. പക്ഷേ ഈ പണി വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ കോസ്റ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഈ വാറൻറ്റി പ്രൊസീജിയർ ഉള്ളതുകൊണ്ടാണ് ഈ 1 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഫുൾ അയച്ച് അത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വാറൻറ്റി ആ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് പുറത്ത് നന്നാക്കുകയാണെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഈ കോസ്റ്റ് വരും. അല്ലെങ്കിൽ ഭയങ്കര ലക്കി ആയിരിക്കണം ആ ഒരു കോസ്റ്റ് വരാതിരിക്കാൻ. പക്ഷെ എന്നാലും റിസ്ക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും മാനുവലാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മളൊരു സമാധാനത്തിന്. DSG ആണെങ്കിലും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശും ബാക്കി കാര്യങ്ങളും ഡ്രൈവ് ചെയ്യാനുള്ള ആ ഒരു ക്രേസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ ഈ മാനുവൽ എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ TSI മാനുവൽ എടുക്കുകയാണെങ്കിൽ വണ്ടി പക്കയാണ്. വേറെ എനിക്കിതൊരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ABS അങ്ങനത്തെ 2 പ്രാവശ്യം ഇപ്പോൾ ABSൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം. അതിപ്പോൾ ഈ വെൻഡോ യൂസേഴ്സിനോടും റാപ്പിഡ് യൂസേഴ്സിനോടും പോളോ യൂസേഴ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രൈവിംഗ് ഫീലൊക്കെ പക്കയാണ്. ഞാൻ പിന്നെ 3 വർഷം കൊണ്ട് 21,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോക്കൽ ഡ്രൈവേഴ്സിന് ഞാൻ വണ്ടി എടുക്കാറില്ല. വേറെ വണ്ടികളുണ്ട്. ലോക്കൽ ഡ്രൈവേഴ്സിന് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സസ്പെൻഷൻ വഴിയൊക്കെ മോശമാണ്. സസ്പെൻഷൻ കംപ്ലയിൻറ്റ്, പിന്നെ മൈലേജ് ആ ഒരൊക്കെ ഇഷ്യൂ വരും ഓർത്തുകൊണ്ട് വണ്ടി അവിയും എന്നുള്ളൊരു ഇഷ്യൂ ഓർത്തുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല. ലെസ് ഡ്രിവനാണ്. പക്ഷേ ലോങ് പോകാനൊക്കെ ആയിട്ട് ഇപ്പോൾ എടുക്കാറുണ്ട്. വണ്ടി പക്കയാണ്. പിന്നെ സെറാമിക് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്ന. പിന്നെ ഞാൻ സ്പോയിലർ എക്സ്ട്രാ വെച്ചാണ്, ഫ്രണ്ടിലെ ബമ്പർ ലിപ്പ് എക്സ്ട്രാ വെച്ചതാണ്, ഡാഷ് ക്യാം എക്സ്ട്രാ വെച്ചതാണ്. ഇതെല്ലാം സ്കോഡയിൽ നിന്ന് തന്നെ ചെയ്തതാണ്. പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്കത് വാറൻറ്റീനൊക്കെ അഫക്റ്റ് ചെയ്യും. സ്കോഡയുടെ ഒറിജിനൽ ആക്സസറീസാണ്. പിന്നെ ആ ടൈമിൽ എനിക്ക് ഫ്ലോർ മാറ്റ് എല്ലാം ഓഫറായിട്ടുണ്ടാകും. ഫ്ലോർ മാറ്റ്, പിന്നെ ആ സ്കോഡയുടെ കുഷീൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ കാർ കിറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനതാണ് ഏകദേശം ഇത് കാണുന്നവർക്ക് അതൊരു സിമ്പിളായിട്ട് മനസ്സിലാവാനുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവരും പറയും ജർമ്മൻ വണ്ടികൾക്ക് സർവീസ് കൂടുതലുണ്ട്, ജപ്പാൻ വണ്ടികളെ അപേക്ഷിച്ച് സർവീസ് കോസ്റ്റും കൂടുതലാണ് ജർമ്മൻ വണ്ടികൾക്ക്.
പക്ഷേ അത് അതിനുള്ള ഫീല് വണ്ടി എന്തായാലും നമുക്ക് തരുന്നുണ്ട്. ഡ്രൈവിംഗ് ഫീലും യാത്ര പവർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി. അപ്പോൾ കുറച്ച് കാശ് കൂടുതൽ എടുത്താലും ജർമ്മൻ വണ്ടികൾ വേർത്താണ്. പിന്നെ റീസെയിൽ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ് ജർമ്മൻ വണ്ടികൾക്ക്, അറിയാലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, ഡ്രോബാക്കും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. പിന്നെ ഈ ജർമ്മൻ വണ്ടികൾ ശരിക്കും ക്രേസോട് കൂടി എടുക്കേണ്ട വണ്ടികളാണ് സ്കോഡ റാപ്പിഡൊക്കെ. റാപ്പിഡ് ഇപ്പോൾ ഇല്ല, റാപ്പിഡ് നിർത്തി കഴിഞ്ഞാണ് കുറച്ചുകൂടി ഒരു ലോങ് വീൽ ബേസിൽ സ്ലാവി ഇറക്കിയത്. ഫോക്സ് വാഗൺ ആണെങ്കിൽ വെൻഡോ നിർത്തി വിർച്ചസ് ഇറക്കി. നല്ല രീതിയിൽ സ്കോഡയും ഫോക്സ് വാഗണും ഇപ്പോൾ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ. എനിക്ക് ആ പാട് ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹെഡ്ലൈറ്റ് പിന്നെ സീറ്റിൻ്റെ ഒരു കുഴപ്പങ്ങൾ, അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഈ വാറണ്ടി ഇല്ലെങ്കിൽ പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഹെഡ്ലൈറ്റ് നേരെ ഒരു റിലേ വെച്ച് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ HID ആക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഓട്ടോമാറ്റിക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മെക്കട്രോണിക്സിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശിറങ്ങും. റാപ്പിഡ് ഡീസൽ ഇപ്പോൾ ഇല്ല, പെട്രോളാണ്. ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ പെട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, TSI എൻജിൻ. റാപ്പിഡ് 1.6 TDIയിൽ ഇറങ്ങിയിട്ടുണ്ട്, 1.5 ഇറങ്ങിയിട്ടുണ്ട്, 1.6 MPI പെട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നവരെല്ലാം പക്ക ഹാപ്പിയാണ്. നല്ല പവറും നല്ല മൈലേജും വണ്ടിക്കുണ്ട്. ഉപയോഗിച്ചവരാരും വണ്ടിനെ കുറ്റം പറയില്ല. റാപ്പിഡ് MPIക്കാണെങ്കിൽ MPI പെട്രോളാണെങ്കിൽ മൈലേജ് ഇഷ്യൂ ഉണ്ട്. 1.6ന് മൈലേജ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ നല്ല പവറാണ് വണ്ടി. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലും പക്കയാണ്. പക്ഷേ ഈ ഡീസലിന് മെയിൻ പ്രശ്നം വരുന്നത് ഇഞ്ചക്ടർ ഇഷ്യൂ ആണ്. ഇഞ്ചക്ടർ ഏകദേശം എനിക്കൊന്ന് 20-25 രൂപ കോസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ ഫ്യൂവൽ ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ടല്ലോ. ആ നല്ല ഫ്യൂവലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മോശം ഫ്യൂവലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ടർ ഇഷ്യൂ, ഡീസൽ വണ്ടിക്ക് മെയിനായിട്ട് പറയുന്ന സാധനം, ആകെയുള്ള കുഴപ്പം ഇഞ്ചക്ടർ ഇഷ്യൂ ആണ്. കൂടാതെ ABS സെൻസർ, അത് ഇതിൻ്റെ കൂടെ പിറപ്പാണല്ലോ. അപ്പോൾ എൻ്റെ ഇത് വരുന്ന പെട്രോളാണ്, 1 ലിറ്റർ TSI. 1 ലിറ്റർ TSI ഇറങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയില്ല. പോളോയിലും വരുന്ന സെയിം എഞ്ചിനാണ്. അപ്പോൾ എനിക്ക് നിലവിൽ ഈ 3 വർഷം കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് ചോദിച്ചാൽ മതി. ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ രീതിയിലെല്ലാം ഞാൻ റിപ്ലൈ ചെയ്തു തരാം. എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വണ്ടീനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എനിക്ക് പരിമിതികളുണ്ട്, എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഗുഡ് ബൈ.